കോക്രോച്ച് ജനതാ പാർട്ടി CJP അവരുടെ ഇന്നലത്തെ പ്രസ് ബ്രീഫ് ഉണ്ടായിരുന്നു. അതേപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട്. 2.0 അതായത് രണ്ടാമത്തെ പ്രൊട്ടസ്റ്റ് പ്രതിഷേധം എന്ന് പറയുന്നത് അത് ആദ്യത്തെ ഭയങ്കര സക്സസ്ഫുള്ളാണ്. മനസ്സിലാക്കുക, BJPയുടെ വെടി മോദിയുടെ 56 ഇഞ്ച് ഒരു 12 ഇഞ്ചായിട്ടങ്ങ് കുറഞ്ഞു. ആരും മനസ്സിലാക്കുക. അപ്പം അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ആ പാർലമെൻറ്റിൽ കണ്ടത്. ഏറ്റവും ശക്തമായൊരു പ്രതിപക്ഷം, അതായത് മൺസൂൺ സെഷനിൽ ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ടു. മോദിയും ഷായും കംപ്ലീറ്റ് കീഴടങ്ങി. ഇനി അവിടുത്തെ CJPയുടെ പ്രൊട്ടസ്റ്റാണ് വരാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ ഗ്രാമങ്ങളാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഇന്ത്യൻ ഗ്രാമങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കീ പോയിൻ്റ് ഉണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇത്രയും വർഷമായി. ഇന്ത്യയുടെ ഗ്രാമങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യയുടെ വില്ലേജുകൾക്ക് വേണ്ടിയും നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെങ്കിലും ഈ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെന്ന്? അതായത് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങൾക്ക് വേണ്ടി പ്രതിഷേധ പരിപാടികൾ നടത്തിയതായിട്ട് നിങ്ങൾ ഇവിടെ വരെ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇതിന് മാസീവായിട്ട് സപ്പോർട്ട് കിട്ടിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് CJP ഒരു റവല്യൂഷണറി സംഭവം തന്നെയാണ്. ഇന്ത്യയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോവുകയാണ്. ഈ പറയുന്ന BJP, ഹിന്ദുത്വ, RSS മോദിയുടെ വെടി തീർക്കാൻ പോവുകയാണ്. അവരുടെ രണ്ടാമത്തെ സമരം. ഇതെന്തുകൊണ്ടാണ് രണ്ടാമത്തെ സമരത്തിന് ഇത്രയും പ്രത്യേകത? ഇതിന് ടെക്നിക്കൽ പോയിന്റ് ഉണ്ട്. അതായത് നീറ്റ് എക്സാമിനേഷനെതിരെയാണ് ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് വന്നത്. ഈ പാർട്ടി തന്നെ സാറ്ററിക്കൽ, അതായത് തമാശ രൂപേണ ഉണ്ടായ ഒരു ഫോറമാണ്. അവരൊരു പൊളിറ്റിക്കൽ പാർട്ടി ആകാനില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു തൽക്കാലം. പക്ഷേ അവർ പ്രഷർ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഈ പ്രഷർ ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് രണ്ടാമത്തെ അവരുടെ അജിറ്റേഷൻ? ഇന്ത്യയിലെ സ്കൂളുകൾ, വില്ലേജിലുള്ള സർക്കാർ സ്കൂളുകൾ, അതിനെ കേന്ദ്രീകരിക്കുന്നത്. എന്താ റീസൺ? എന്താ? അതായത് നീറ്റ് എക്സാമിനേഷനായിട്ട് ഡൽഹി ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ അർബൻ ക്ലാസ്സിന് വേണ്ടിയായിരുന്നു. ഏറ്റവും കൂടുതൽ നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന അർബൻ ക്ലാസ് ഒരു 99%. ബാക്കി ഈ പറയുന്ന വില്ലേജുകളിൽ നിന്നൊക്കെ പഠിച്ചു വന്നിട്ട് അവർ ഡൽഹിയിലാണെങ്കിലും മറ്റുള്ള സിറ്റികളിലൊക്കെ താമസിച്ച് ഇതിൻ്റെ കോച്ചിങ് എല്ലാം കഴിഞ്ഞ് ഒരു സിറ്റി ലൈഫിനകത്താണ് ഈ എക്സാമിനേഷൻ എഴുതുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി ഗ്രാമത്തിൽ നിന്ന് പെട്ടെന്ന് കയറി വന്നെങ്കിൽ എക്സാം എഴുതാൻ പറ്റുന്ന പരിപാടിയല്ല. സിവിൽ സർവീസ് എക്സാമിനേഷൻ അങ്ങനെയാണ്. ഇന്ത്യയിലെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ എഴുതുന്നതിൻ്റെ സെൻറ്റേഴ്സ് ആണെങ്കിലും ഇവർ പഠിക്കുന്നതാണെങ്കിലും ഇവരുടെ കോച്ചിങ് എന്ന് പറയുന്നത് അർബൻ സിറ്റികളിലാണ്. അതായത് അർബൻ സിറ്റികളും 2 ടയർ സിറ്റികളും. കേരളത്തിൽ അവിടെ ഏറ്റവും വലിയ കോച്ചിങ് നടക്കുന്നുണ്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇവിടെ ബീഹാറിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട കോച്ചിങ് നടക്കുന്നത്. അപ്പം ആ ഒരു ക്ലാസ്സിലോട്ട് ഇത് പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ BJPയുടെ ഒരു 99% സപ്പോർട്ട് ബേസ്ഡ് ആണ് ഇന്ത്യയിലെ സിറ്റികൾ. നിങ്ങളിപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ, വെസ്റ്റേൺ ഇന്ത്യൻ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അവിടുത്തെ ഇപ്പം നിയമസഭയാണെങ്കിൽ ലോക്സഭയിലെ സീറ്റുകൾ എടുത്തു നോക്കുക. അപ്പോൾ ഒരു സീറ്റ്, ഞാനൊരു ഇമാജിനറി നമ്പറാണ് പറയുന്നത്, ഒരു 20-25 സീറ്റ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് എടുക്കുക. ആ 25 സീറ്റിനകത്ത് പ്രധാനമായിട്ടും ക്രൂഷ്യലായിട്ടുള്ള സീറ്റുകളുണ്ട്. അതായത് സിറ്റി സൈഡിലുള്ളവർ, അതെപ്പോഴും BJPക്ക് അനുകൂലമാണ്. അതിനെയാണ് അവർ ഇളക്കിയത്. അതിൻ്റെ റിസൾട്ടാണ് ബീഹാറിൽ ബങ്കിപ്പൂരിൽ വന്നത്. അതായത് ഇന്ത്യയിലെ അർബൻ ക്ലാസ്സും സിറ്റി ക്ലാസ്സും അവർ BJPക്കെതിരെ തിരിയുന്നു. ഇനി അടുത്തത് തിരിയേണ്ടത് എവിടെയാണ്? ഇന്ത്യയുടെ ഗ്രാമങ്ങൾ. അപ്പം ഇന്ത്യയുടെ ഗ്രാമങ്ങളിലോട്ട് കയറുന്ന രണ്ടാമത്തെ അജിറ്റേഷൻ, അതായത് സ്കൂളുകൾ, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾ. ഞാൻ ഒരു കാര്യം പറയാം, വളരെ ദയനീയമാണ്. മോദി സർക്കാർ ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്തൊരു സംഭവമാണ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സെക്ടർ. സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം ഏകദേശം 1,00,000-ലധികം സ്കൂളുകളാണ്, അതായത് മോദി സർക്കാർ വന്ന ശേഷം 1,00,000-ലധികം സ്കൂളുകൾ, ഒരു ദിവസം 25 സർക്കാർ സ്കൂളുകൾ അടച്ചുപോയത്.
ഈ സ്കൂളുകളൊന്നും സിറ്റികളിലുള്ള സർക്കാർ സ്കൂളുകളല്ല. സിറ്റികളിലെ വലുതായിട്ടൊന്നും സർക്കാർ സ്കൂളൊന്നും പണ്ട് പോലെയില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരെല്ലാം ഈ പറയുന്ന അർബൻ ക്ലാസ്സാണ്. അവർ പ്രൈവറ്റ് സ്കൂളിലും അവിടെ ഇവിടെയൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ റൂറൽ, അതായത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലുള്ള സ്കൂളുകളുടെ സ്ഥിതി നിങ്ങൾക്കറിയാം. പല ആൾക്കാർക്കും അറിയത്തില്ല, പക്ഷെ ഞാനിത് കണ്ടിട്ടുണ്ട്. അതായത് പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ കോയഡ് ആയിട്ടുള്ള സ്കൂളുകളാണെങ്കിൽ ഒരു 10-15 അധ്യാപകരുണ്ട്. ബേസിക്കലി ഈ അധ്യാപകർക്ക് പോലും പ്രോപ്പറായിട്ട് അവർക്ക് ഈ ഫാക്കൽറ്റി ഒന്നും അല്ല. ഇവരധികവും സിറ്റികളിൽ നിന്ന് ഈ റൂറൽ ഏരിയയെ പഠിപ്പിക്കാൻ പോകുന്നവരാണ്. അവിടെ അവർ കള്ളത്തരവും തരികിടയൊക്കെ കാണിച്ച് അവിടെ അങ്ങ് നിൽക്കും. കാരണം ഈ റൂറൽ ഏരിയയിൽ എവിടെയാണ് ഫാക്കൽറ്റി ഉള്ളത്, എവിടെയാണ് ഈ പഠിപ്പിക്കുന്ന അധ്യാപകരുള്ളത്? അപ്പോൾ എന്തുകൊണ്ട് സിറ്റിയിൽ നിന്നാണ് ഇവർക്ക് ഈ ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് കിട്ടിയും തരികിടയൊക്കെ കാണിച്ച് ഈ സ്കൂളിലെ അധ്യാപകരാകുന്നത്? അപ്പം സ്കൂളിൻ്റെ കാര്യം, സ്കൂളിൻ്റെ പ്രോപ്പറായിട്ട് ക്ലാസ് റൂംസ് ഇല്ല, ബെഞ്ചില്ല, ഡെസ്കില്ല. പെൺകുട്ടികളുണ്ട്, അറിയാമല്ലോ, എത്ര 12th വരെയും 10th ക്ലാസ് വരെയൊക്കെ ഉള്ളത്. ഒരു പ്രോപ്പർ ടോയ്ലറ്റ് ഇല്ല, അധ്യാപകർ വരാറില്ല. അപ്പം ഏറ്റവും കൂടുതൽ അതിൽ സെറ്റ് ബാക്ക് ഉണ്ടാകുന്ന ആർക്കാണ്? ഇന്ത്യയിലെ പാവം പിടിച്ചവർക്ക്. അതായത് ദളിറ്റ്സ് ആണെങ്കിലും ആദിവാസികളാണെങ്കിലും OBC. കാരണം പൈസ ഉള്ളവരും അപ്പർ കാസ്റ്റൊക്കെ വേറെ പ്രൈവറ്റ് സ്കൂളിലങ്ങ് പോകും. ഇനി അതിൻ്റെ ഇതൊരു ക്രൂഷ്യൽ മാറ്റർ പറയാം. ഈ FCRA എതിർക്കുന്ന ഈ ചാണകങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. ഈ ക്രിസ്ത്യൻ മിഷണറിയും കാത്തലിക്സും ചെയ്തത് എന്താണെന്നറിയോ? ബേസിക്കലി ഇതേപോലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് ഫ്രീ ആയിട്ട് ഹെൽത്ത് കൊടുക്കുക. കാരണം ആ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക. അതിനെയാണ് ഇവിടുത്തെ സംഘപരിവാറോ RSSോ ഒപ്പോസ് ചെയ്യുന്നത്. അതാണ് ഈ പ്രശ്നവും വഴക്കുകളെല്ലാം ഉണ്ടാകുന്ന കാരണം. അതിലേറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ കാത്തലിക് സഭയാണ്. ഈ പറയുന്ന മലയാളികളായ അച്ഛന്മാരും നൺസും ഒക്കെ ഈ നോർത്ത് ഇന്ത്യ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഇവർ എതിർക്കുന്നത്. ഇപ്പം അതിനും കൂടെ തിരിച്ചടി കിട്ടാൻ പോവുകയാണ്. ഇവർ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഉറപ്പായിട്ട് ഇത് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. ഈ പറയുന്ന സ്കൂളിലെ കുട്ടികൾ നാളെ തെരുവിലിറങ്ങുവാണെങ്കിൽ, ഈ ജെൻസി പ്രക്ഷോഭത്തിൻ്റെ കൂടെ ജെൻ ആൽഫയും കൂടെ ഇറങ്ങുവാണെങ്കിൽ, നിങ്ങൾ ആലോചിക്കണം, ഒരു ഇന്ത്യയിലെ ഗ്രാമത്തിൽ താമസിക്കുന്ന പാവം പിടിച്ച അപ്പനും അമ്മയും അവരുടെ കുട്ടികളെ പഠിപ്പിച്ച അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നൊരു ഇന്ത്യക്കാരൻ്റെ ആഗ്രഹമാണ്. ആ കുട്ടികളുടെ ആവശ്യം അവർ തെരുവിലിറങ്ങുവാണെങ്കിൽ ഈ പറയുന്ന BJPയുടെ ഫോർട്ടുകൾ അതായത് കോട്ടകൾ ഇളകുകയില്ല. ഈ BJPക്കാർ തന്നെ റോഡിൽ ഇറങ്ങുന്ന ആളെ. കാരണം ഈ കുട്ടികൾ പറയുന്നത് കറക്റ്റാണെന്ന് പറയാൻ തുടങ്ങി. കാരണം രാജസ്ഥാനിലെ പ്രക്ഷോഭം, ജെൻ ആൽഫയുടെ പ്രക്ഷോഭം, അതായത് ഇത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ഈ പറയുന്ന CJP അടുത്ത മുന്നിൽ നിൽക്കുന്ന അവരുടെ രണ്ടാമത്തെ പ്രക്ഷോഭം എന്ന് പറയുന്നത്. അതായത് സിറ്റികൾ ഇളകി, അൺഎംപ്ലോയ്മെൻറ്റ്, നീറ്റ്, മറ്റുള്ള ഇഷ്യൂ, ചെറുപ്പക്കാർ ഒന്നടങ്കം ഇളകി, BJPയുടെ സപ്പോർട്ട് ബേസ് ഇളകി, രണ്ടാമത് ഗ്രാമത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ഇന്ത്യയിലെ അൺട്രസ്റ്റാണ്. അതിനെ ഈ തടയാൻ പോയി മോദിയുടെ മാജിക്കും സംഘപരിവാറിൻ്റെ തല കൊണ്ടൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. കുട്ടികൾ റിസൾട്ട് ചോദിക്കും. എത്രയെന്നും പറഞ്ഞുകൂടെ പോലീസിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഈ ഗ്രാമത്തിലെല്ലാം ഒരു സ്റ്റേറ്റിൻ്റെ എല്ലാ ഗ്രാമങ്ങളും കൂടെ അങ്ങോട്ട് ഇളകിക്കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ട് തീർക്കാൻ പറ്റും? ഈ ചില ആൾക്കാർ ഈ സംഘപരിവാറുകാരും പറയുന്നത് വെടിവെച്ച് കൊല്ലണം. ഒരു കുട്ടിയെ ഒന്ന് വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അറിയാം പിന്നെ ഇന്ത്യൻ ഗ്രാമങ്ങൾ എങ്ങനായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇതേ ഇഷ്യൂ, എഡ്യൂക്കേഷൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ BJP ചരിത്രമായി, RSSും ചരിത്രമായി. പിന്നെ അവിടെ കാക്കിയും വിട്ടു പോകാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യൻ ഗ്രാമത്തെ പറ്റി പഠിക്കണം. ഇന്ത്യൻ ഗ്രാമം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് കൃഷിക്കാരായിട്ട് ജീവിക്കുന്നവരാണ്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ അടുത്ത തലമുറയാണ്. ആ കുട്ടികൾ പഠിക്കാനുള്ള സൗകര്യം ഒപ്പിച്ചു കൊടുക്കുന്നില്ല. ഞാൻ ഈ ജെൻസി പ്രൊട്ടസ്റ്റുമായിട്ട് CJP പ്രൊട്ടസ്റ്റുമായിട്ട്
ഡൽഹിയിലൊക്കെ പോയി മറ്റുള്ള പിള്ളേരുമായിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്. കാരണം അവരിപ്പം ഈ പറയുന്നൊരു എഞ്ചിനീയറായിട്ട് ഈ ഗ്രാമത്തിൽ നിന്ന് അവിടുന്ന് വന്ന് പഠിച്ച് ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ പറയുന്നത് അവരെങ്ങനെ പഠിച്ചു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ആ സ്ഥിതിയിലാണ് അവർ പഠിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഒരു സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ പഠിക്കുന്ന പോലെ അല്ല ഈ പറയുന്ന ഉത്തരേന്ത്യൻ വെസ്റ്റേൺ ഇന്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന. അവരുടെ സ്ഥിതി വളരെ മോശമാണ്. ഒന്നാമത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ടാണ് ഈ അപ്പർ കാസ്റ്റുകൾ അധികവും പോകുന്നത് ഈ പറയുന്ന പ്രൈവറ്റ് സ്കൂളിലോട്ട് പോകും. ഗവൺമെൻറ് സ്കൂളിൽ പോകുന്ന ഈ പാവം പിടിച്ച ദളിതും ആദിവാസികളും ബാക്ക്വേർഡ് ക്ലാസ്സുമാണ്. കാരണം സ്വന്തം അവരുടെ ഗ്രാമത്തിൽ പോലും അവർ നെഗ്ലക്റ്റഡാണ്. ഈ കുട്ടികളെ ഇങ്ങനെയാണ് വളർത്തിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് പിന്നെ എന്താണ് അവരുടെ ഹോപ്പ്, അവരുടെ പ്രതീക്ഷ എന്താണ്? അതായത് മോദി ഗവൺമെൻറ് വന്ന ശേഷം എഡ്യൂക്കേഷൻ സെക്ടർ അടിച്ചങ്ങ് നാശമാക്കി കൊടുത്തു. കാരണം RSSകാരാണത് മുഴുവനും ഭരിക്കുന്നത്. അവരുടെ അജണ്ടയുടെ ഭാഗം തന്നെയാണ്. അത് റിവൈവ് ചെയ്യുക എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. അത് ഏറ്റെടുത്തിരിക്കുന്ന CJPക്ക് എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സെക്ടറിന് ആവശ്യമാണ്. ഈ പറയുന്ന ഹിന്ദി അങ്ങോട്ട് ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഹിന്ദി സംസാരിക്കണം. ആരാ പറഞ്ഞ? ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ അമിത്ഷായി. എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട? എന്തുകൊണ്ടാണ് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ് അവൻ ഇംഗ്ലീഷ് പഠിക്കേണ്ട തീരുമാനിച്ചത്? അവർക്കറിയാം നാളെ അവൻ ഇംഗ്ലീഷ് പഠിച്ചാൽ ആദ്യം ഓടിക്കുന്ന ഹിന്ദുത്വക്കാരെ ആയിരിക്കും. കാരണം അവൻ പറഞ്ഞ മുഴുവനും കള്ളവാന്നറിയാം. അവൻ ജനങ്ങളെ മാക്സിമം കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം, പശുവിൻ്റെയും ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും പേരിൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗ്രാമത്തിലെ ജനറേഷനെ വളർത്തേണ്ട സയൻറ്റിഫിക് ടെമ്പറിലാണ്, അല്ലാതെ അസ്ട്രോളജിയും ഈ പറയുന്ന കള്ള സൂപ്പർട്ടീഷ്യസ് ബിലീഫ്സിലല്ല വളർത്തേണ്ടത്. ആലോചിച്ച് നോക്കുക. ഈ ഒരു പ്രക്ഷോഭം, രണ്ടാമത്തെ CJPയുടെ പ്രക്ഷോഭം ഇന്ത്യൻ ഗ്രാമങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ജോലി ഉണ്ടാകും, ഉറപ്പായിട്ടും അതിൻ്റെ മാറ്റം ഉണ്ടാകും. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഗ്രാമങ്ങളിൽ പഠിച്ച് അവിടെ ജോലിയൊന്നുമില്ല, എല്ലാവരും കൂടെ പട്ടണത്തിലോട്ട് വരുന്നു. കാരണം ഒരു പ്രതീക്ഷയില്ല. ഇതാണ് ഏറ്റവും ആവശ്യം. ഇതാണ് ക്രിട്ടിക്കലായിട്ടുള്ള ഏറ്റവും നല്ല നടപടി. അതായത് ഈ പറയുന്ന ഇലക്ഷൻ റിഫോം EVMനേക്കാളൊക്കെ ഏറ്റവും പ്രാധാന്യം ഇതാണ്. കാരണം ജനങ്ങളെ, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെ, അവരുടെ ബന്ധുക്കളെയും ആ ഗ്രാമത്തിനെയും കൺവിൻസ് ചെയ്യുക. ഇതൊക്കെ അവരുടെ ടാക്സ് കൊണ്ട്, ഇവിടുത്തെ ടാക്സ് കൊണ്ടുണ്ടാക്കിയ സ്കൂളുകളാണ്. അവർക്ക് ഉച്ചക്കഞ്ഞിയാണെങ്കിൽ ആഹാരം കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആണ്, അല്ലാതെ ഇവിടെ പറയുന്ന അപ്പർ കാസ്റ്റിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അല്ല. ഇതെല്ലാം അവരുടെ തന്നെയാണ്. അവർക്ക് ബിൽഡിങ് വേണം, റോഡ് വേണം, അവർക്ക് അതിനാവശ്യമുള്ള ഫാക്കൽറ്റി വേണം, അധ്യാപകർ വേണം. ഇതിനെല്ലാം പണം ഇവന്മാർ അടിച്ചു മാറ്റുകയാണ്. അതാണ് ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അതാണ് പറഞ്ഞത്, മോദിയെയും അമിത്ഷായും BJPയും സംഘപരിവാറിനെയൊക്കെ അടിക്കാൻ ഇന്ത്യക്കാർ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് അടി വരുന്ന സമയത്തിലോട്ട് കടക്കുകയാണ്. ഇപ്പം എന്നെ തെറി പറയുന്ന സംഘപരിവാർ നിന്നെ വരെ ഓടിക്കും. ആ രീതിയിലോട്ട് ഇന്ത്യ മാറുകയാണ്. അതാണ് ഈ CJP പ്രക്ഷോഭത്തിലുണ്ടായ ഏറ്റവും വലിയ മെസ്സേജ്. രണ്ടാമത്തെ പ്രക്ഷോഭം ഇന്ത്യയെ പിടിച്ചൊലയ്ക്കും. ഇതോടുകൂടി മോദിയുടെയും പിടിതീരും. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് അവരുടെ ഗ്രാമങ്ങളിലോട്ടുള്ള. അതായത് ഗാന്ധിയൻ ആശയം. ഗ്രാമങ്ങളിലാണ് ഇന്ത്യ ഉറങ്ങുന്നത്. അത് അടുത്തത് ഗ്രാമങ്ങളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കപടധാരികൾക്കും കപട രാഷ്ട്രീയക്കാരനും ഇന്ത്യ വിട്ട് ഓടേണ്ടി വരും. അതിനുള്ള സമയം വന്നിരിക്കുന്നു.